കല്യാണം പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് കുളിമുറിയിൽ കയറിയപ്പോൾ എൻ്റെ ഉത്കണ്ഠ മുഴുവൻ അടുക്കളയിൽ കയറി ഞാനെന്ത് ചെയ്യുമെന്നായിരുന്നു. കല്യാണാലോചനകൾ വരുന്നവരെ അമ്മയോട് തട്ടാമുട്ടിയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ കയറാതെ ഒഴിഞ്ഞു മാറി നിന്നെങ്കിലും ദേവേട്ടൻ്റെ ആലോചന ഉറപ്പിച്ചപ്പോൾ അമ്മ എന്നെ പിടിച്ച പിടിയാലെ അടുക്കളയിലിട്ട് പൂട്ടി അത്യാവശ്യം പാചകങ്ങളൊക്കെ പഠിപ്പിച്ചു. എന്നാലും നല്ലൊരു മീൻ കറി വെക്കാനോ അരി തിളക്കുമ്പോൾ വേവ് നോക്കി അത് വാർത്തിടാനോ എനിക്കറിയില്ലായിരുന്നു. ഓരോന്ന് ആലോചിച്ച് സോപ്പ് തേച്ച് ഒടുവിൽ കണ്ണിഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ആലോചന മതിയാക്കി വേഗം കുളിച്ച് വെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പോഴും ഒന്നും അറിയാതെ സുഖസുഷുപ്തിയിലാണ്ട് കിടക്കുന്ന കെട്ടിയോനെ കണ്ടപ്പോൾ എനിക്ക് ലേശം കുശുമ്പ് തോന്നി. ഈ ആണുങ്ങൾ എന്ത് ഭാഗ്യവന്മാരാ. സ്വന്തം വീട്ടിലാണെങ്കിലും അച്ചി വീട്ടിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി. അതിനാരും മുഖം വീർപ്പിക്കുകയില്ല, കണ്ണുരുട്ടത്തുമില്ല. അമ്മായിയമ്മയോ അമ്മായി അച്ഛനോ നാത്തുമാരോ പോരിന് ചെല്ലാറില്ലെന്ന് മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെക്കാളും സ്നേഹത്തിലായിരിക്കും അവർ പെരുമാറുന്ന പോലും. ആണായി ജനിച്ചാൽ മതിയായിരുന്നു. മുമ്പൊക്കെ പീരീഡ്സിൻ്റെ സമയത്താണ് അങ്ങനെ ചിന്തിച്ചിരുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന വയറുവേദനയും ബ്ലീഡിങ്ങും തൻ്റെ 3-4 ദിവസത്തെ സന്തോഷം തള്ളിക്കെടുത്തുമായിരുന്നു. കുറച്ചു നേരം കൂടി ആ ഭാഗ്യവാന്റെ മുഖത്ത് നോക്കി നിന്നിട്ട് മടിച്ചാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത്. ആഹാ, മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? എന്നെ കണ്ടത് അമ്മായിയമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊന്ന് വിനയത്തോടെ മന്ദഹസ്യതയുള്ളൂ. വാവേ, എഴുന്നേൽക്ക്, മണി 6 കഴിഞ്ഞു. ഈ പെണ്ണിത് എന്തൊരു ഉറക്കാണെന്ന് നോക്കിയേ. ഇന്നും കഴിഞ്ഞ് നാളെ മറ്റു വീട്ടിൽ ചെന്ന് പൊറുക്കാനുള്ളതാണെന്ന് വല്ല വിചാരമുണ്ടോ അവൾക്ക്? ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നലെ രാവിലെ ഒരു അമ്മയുടെ വായിൽ നിന്നും ഇതും കേട്ടാണ് ഞാൻ ഉണർന്നിട്ടുള്ളത്. മോളെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇന്നാ ഈ സ്റ്റൂളിൽ ഇരുന്നിട്ട് ഈ ചായ കുടിക്ക്. ദേവന് ബെഡ് കോഫിയൊന്നും ശീലമല്ല. അവനോട് വരുമ്പോൾ ഇവിടെ വന്ന് ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ച് കുടിച്ചോളും, അതാ പതിവ്. എനിക്ക് നേരിയ അമ്പരപ്പ് തോന്നി. ഈ സ്നേഹം അവരുടെ അഭിനയം വല്ലതുമാണോ? എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പിരിമുറുക്കത്തിന് നേരിയ അയവ് വന്ന് തുടങ്ങിയിരുന്നു. ഞാനെന്താ അമ്മയെ ചെയ്യേണ്ടത്? ഈ പയറെടുത്ത് നുറുക്കി വെക്കട്ടെ? എവിടെ തുടങ്ങണമെന്നറിയാത്തതുകൊണ്ട് അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ച എളുപ്പമുള്ളൊരു ജോലി അമ്മായി അമ്മയോട് ചോദിച്ചു. അതൊക്കെ അമ്മ രാവിലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് തേങ്ങ തിരുമട്ടെ? നിന്നുകൊണ്ട് തിരുമാൻ പറ്റിയ സ്റ്റാൻഡിൽ ഉറപ്പിച്ച ചിരവ് കണ്ടപ്പോൾ സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു. ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി തേങ്ങാപ്പീര ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു മോളെ. ഇന്നത്തേക്ക് അത് മതി. മോൾ ആ ഫ്രീസറിലിരിക്കുന്ന മീനിങ് എടുത്തോ. ഈശ്വര, മീൻ വെട്ടി കഴുകിയെടുക്കാനാണോ? ഞാനിതുവരെ പഠിക്കാത്ത കാര്യമാണല്ലോ അത്. അമ്മയും പറഞ്ഞതാ, എല്ലാ വീടുകളിലും മീൻ വെട്ടി കഴുകുന്നത് അവിടുത്തെ അമ്മമാർ തന്നെ ആയിരിക്കും. അതൊരിക്കലും ചെന്ന് കയറുന്ന പെണ്ണിനോട് പറയാറില്ല. അതുകൊണ്ട് ചോറ് വെക്കാനും ചായ തിളപ്പിക്കാനും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും തൽക്കാലം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ തനിയെ പഠിച്ചോളുമെന്ന്. അല്ലെങ്കിൽ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ ഇതൊന്നും പഠിക്കാതെ കല്യാണം ഉറച്ചപ്പോൾ എല്ലാം കൂടി പഠിപ്പിക്കാൻ അമ്മക്ക് കഴിയില്ലല്ലോ. ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിലിരുന്ന മീൻ വെച്ച പാത്രം പുറത്തെടുത്തപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. കറി വയ്ക്കാൻ പാകത്തിന് വെട്ടിക്കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയായിരുന്നത്. ഇങ്ങ് തന്നേക്ക് മോളെ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മീൻ കഷ്ണങ്ങൾ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് അവയെല്ലാം അടുപ്പിലിരുന്ന് തിളക്കുന്ന കറിച്ചട്ടിയിലേക്ക് ഇട്ടു. പണ്ട് ദേവൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ച സമയത്ത് എനിക്കും ഇതേ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുവരെ അടുക്കള കാണാത്ത പല പെൺകുട്ടികളുടെയും പൊതുവായൊരു ഉത്കണ്ഠയാണത്. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഞാനത് ചെയ്താൽ ശരിയാകുമോ, ഇല്ലെങ്കിൽ അമ്മായിയമ്മയും നാത്തുമാരും എന്നോട് പോരെടുക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഈ ലോകത്ത് പണ്ട് മുതൽ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എന്നെ ഓരോന്നായി പഠിപ്പിച്ചതെന്ന്. അതുകൊണ്ട് മോൾക്കും അറിയാത്തതൊക്കെ ഈ അമ്മ തന്നെ പഠിപ്പിച്ചു തരും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആണും പെണ്ണുമായിട്ട് ദൈവം എനിക്ക് ദേവനെ മാത്രമേ തന്നുള്ളൂ. അതുകൊണ്ട് കുടുംബത്തിലെ മറ്റു പെണ്ണുങ്ങളൊക്കെ അവരവരുടെ പെൺമക്കളെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കൊരു മകളെ കിട്ടിയിരുന്നെങ്കിലെന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം ഇപ്പോഴാണ് കേട്ടത്. വൈകിയാണെങ്കിലും നിന്നെ എനിക്ക് മകളായി തന്ന് എന്നെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കൂടി വേണ്ടിയാ. ഞാൻ നിൻ്റെ അമ്മായിയമ്മയല്ല, അമ്മ തന്നെയാ. അങ്ങനെ കരുതിയാൽ മോളുടെ ടെൻഷനൊക്കെ മാറിക്കോളും. എൻ്റെ മനസ്സ് വായിച്ചെടുത്ത പോലെ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കേട്ടതൊക്കെ സത്യം തന്നെയാണോ എന്ന് സംശയം കൊണ്ട് സ്വയം നുള്ളി നോക്കേണ്ടി വന്നെനിക്ക്. ഇപ്പോഴെനിക്ക് പെണ്ണായി ജനിച്ചതിൽ ഒട്ടും വിഷമം തോന്നുന്നില്ല. ഇതുപോലൊക്കെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്ക് പെണ്ണായി തന്നെ ജനിച്ചാൽ മതി.